Hello friends and welcome back to your channel House to Home. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആട്ട കേക്ക് റെസിപ്പി ആയിട്ടാണ്. അടിപൊളി കേക്കാണിത്. ഇതിൽ ഒട്ടും തന്നെ ബട്ടർ ഇല്ല, മൈദയില്ല, പിന്നെ മുട്ടയും ഇല്ല. അപ്പം നല്ല സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള ഈ ആട്ട കേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ ഷുഗർ ആണ്. അപ്പോൾ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് കേക്ക് ആണല്ലേ. അപ്പം ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിൽ പോയിട്ട് ഈ സൂപ്പർ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ആട്ട കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പം ആദ്യം ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തത് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഷുഗർ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് റീഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബ്രൗൺ ഷുഗർ നല്ലപോലെ ഇങ്ങനെ അലിഞ്ഞു വരണം, അതുവരെ നമുക്കിതിന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ വീറ്റ് ഫ്ലവർ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് സ്യൂവ് ചെയ്തെടുത്തെടുക്കാം. അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റുലേനെ യൂസ് ചെയ്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ലംസ് ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് മിക്സ് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു കഷ്ണം പോലും ബാക്കി ഉണ്ടാവില്ല. ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻവൈൽ എൻ്റെ അവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 മിനിറ്റ് ഞാൻ ഇന്ന് പ്രീ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ജെന്റ്ലി മിക്സ് ആൻഡ് ഫോൾഡ്. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ഒരു ലോഫ് പാനിലാണ് ഇതിനെ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ലോഫ് പാനിൽ ബട്ടർ പേപ്പർ ഇട്ട് ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചിരുന്ന കേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. ലോഫ് പാനല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം അതിലുണ്ടാക്കാം. ഞാൻ അവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, റൈസിൻസ്, പിന്നെ ബദാം, പിന്നെ വാൾനട്ട് എല്ലാം ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഡേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ കൈനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതില്ലാണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ ലോഫ് പാൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രീ ഹീറ്റഡ് അവനിൽ എൻ്റെ ലോഫ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ കേക്ക് ഇവിടെ ബേക്കായി റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പും വന്നതിന് ശേഷം, അതായത് ചൂട് ആറിയതിന് ശേഷം നമുക്കിതിനെ പീസ് ചെയ്തെടുക്കാം. പൊതുവേ കേക്കിൽ വാൾനട്ടൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുപോലെ ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്, ചെക്ക് ചെയ്തോളൂ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് നിങ്ങളെ ഞാൻ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് House to Home.